പ്രിയപ്പെട്ടവരെ, നമ്മൾ നോമ്പ് കാലത്ത് ഒത്തിരിയേറെ വചനങ്ങൾ വായിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മോട് പറയുന്നത്. ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം അത് നിറവേറ്റുമെന്ന് ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുന്നു. രണ്ടാമത്തെ വായന സുവിശേഷത്തിൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്ന് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രാർത്ഥന, ഈ തപസ്സുകാലം നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ദൈവവും നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്ന ഒരു കാലമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മൾ മെച്ചപ്പെടുത്തുന്നു പ്രാർത്ഥനയിലൂടെ, പരോപകാര പ്രവൃത്തികളിലൂടെയൊക്കെ, പ്രാശ്ചിത്ത പ്രവൃത്തികളിലൂടെ. അതുപോലെ നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം ക്ഷമിച്ചുകൊണ്ട് മെച്ചപ്പെടുത്തണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് മനഃപൂർവ്വം ആ ക്ഷമ ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ മനോഹരമായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുകയില്ല എങ്കിൽ ദൈവം നമ്മളോടും ക്ഷമിക്കുകയില്ല എന്നുള്ളൊരു വ്യവസ്ഥ അതിനകത്ത് വയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പാദ്രെ പിയോയെക്കുറിച്ച് നമുക്കറിയാം. ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം പറയുന്നു, പ്രാർത്ഥന ദൈവത്തിൻ്റെ ഹൃദയം തുറക്കുന്ന ഒരു താക്കോലാണ്. ഈ നോമ്പ് കാലത്ത് നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയം തുറക്കണമെങ്കിൽ ക്ഷമിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന നമുക്കുണ്ടാകണം. ക്ഷമിക്കാതെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് വെറും ഒരു അധര വ്യായാമം മാത്രമാകും. ജീവിതവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകില്ല. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഇനിയും ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ഹൃദയം തുറന്ന് കർത്താവ് നമ്മോട് ക്ഷമിക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറാം. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ നോമ്പ് കാലത്ത് അങ്ങയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവരോടുള്ള ആ ബന്ധം കൂടി മെച്ചപ്പെടുത്തുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്ഷമിക്കുവാനുള്ള വിശേഷമായ കൃപ തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നോമ്പുകാലം യോഗ്യമായ രീതിയിൽ ഉപയോഗിക്കുവാനും അതിൻ്റെ പുണ്യപരിസമാപ്തിയിൽ എത്തിച്ചേരുവാനും നോമ്പുകാലം നമുക്ക് നൽകുന്ന ആ പുണ്യം ആർജിക്കുവാനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാനും നമുക്ക് ആഗ്രഹിച്ച് ഈ ദിവ്യബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. വന്നുപോയ എല്ലാ കുറവുകളെയും കുറിച്ച് നമുക്ക് അനുതപിക്കാം. ദൈവത്തോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് ഒരുമിച്ച് ചൊല്ലാം.